ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചത് അങ്ങനെയാണ്. അവർക്ക് ഈ ദൈവങ്ങൾ സഹായിക്കുമെന്നാണ്. അല്ലാഹു പറയുന്നത് ലാ യസ്തതിഊന നസ്റഹും, അവരെ സഹായിക്കാൻ അവർക്ക് കഴിയൂല, സഹായം കിട്ടുന്ന പ്രശ്നമേ ഇല്ല. വഹും ലഹും ജുന്ദും മുഹ്ദറൂൻ, ഓ ജനങ്ങളെ, വഹും ലഹും ജുന്ദും മുഹ്ദറൂൻ. തിരിച്ചാ സംഭവമുള്ളത് ലാത്ത ഉസ്സ മനാത്ത എന്നൊക്കെ പറഞ്ഞിട്ട് അവരതാ മണ്ണ് കൊണ്ടും കല്ലുകൊണ്ടും മരം കൊണ്ടുമൊക്കെ ചില ദൈവങ്ങളെ പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുന്നു. ആ പ്രതിഷ്ഠിച്ച് വെച്ച ദൈവങ്ങൾക്ക് അതിന്റെ മേലെ എന്തെങ്കിലും വന്ന് വീണാൽ അതിനെ തെളിക്കണമെങ്കിൽ അവരുടെ ഈ ദൈവങ്ങളെ പൂജിക്കുന്ന മനുഷ്യൻ പോയിട്ട് തൊട്ടുകൊടുക്കണം, അവൻ പുരട്ടിക്കൊടുക്കണം, അവൻ തടകിക്കൊടുക്കണം, അവൻ തുടച്ചു കൊടുക്കണം. അതിനൊന്ന് നീങ്ങണമെങ്കിൽ അവൻ പോയിട്ട് നീക്കിക്കൊടുക്കണം. അങ്ങനെ ഈ ദൈവങ്ങളായി പ്രതിഷ്ഠിച്ചു വെച്ച വസ്തുക്കൾ അവകളെ ഇവരങ്ങോട്ട് സഹായിക്കുകയെന്നല്ലാതെ ആ വിഗ്രഹങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെയല്ലേ വാസ്തവത്തിലുള്ളത്? പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, അതേ വഹും ലഹും ജുന്ദും മുഹ്ദറൂൻ. ഈ ആരാധന നടത്തുന്ന ദൈവങ്ങൾ ആണെന്ന് പറഞ്ഞ ആരാധന നടത്തുന്ന കക്ഷികൾ അവരുടെ വിഗ്രഹങ്ങളെ അങ്ങോട്ട് സഹായിക്കുന്ന ഈ വിഗ്രഹങ്ങളെ സൈന്യങ്ങളായി ഇവര് പ്രവർത്തിക്കുകയല്ലേ? ഇതൊരർത്ഥമാണ് മുസ്ലിമീങ്ങളെ. വേറൊരു തഫ്സീർ അതിന് പണ്ഡിതന്മാര് പറയുന്നത്, ഖിയാമത്ത് നാളിൽ അബൂജഹലും മുത്ബത്തും ശൈബത്തുമൊക്കെ നരകത്തിൽ വന്ന് വീഴുമ്പോ അവരോട് കൂടെ അവര് പൂജിച്ച അവരുടെ ദൈവങ്ങളും വിഗ്രഹങ്ങളും അതും അതാ നരകത്തിൽ തന്നെ. ഇന്നക്കും വമാ തഅബുദൂൻ, നിങ്ങളും നിങ്ങൾ ആരാധിക്കുന്ന വസ്തുക്കളും ഹസബു ജഹന്നം, ജഹന്നമിലെ വിറകുകളാണെന്ന് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പഠിപ്പിക്കുന്നുണ്ട്. ഇരിക്കട്ടെ മുഅ്മിനീങ്ങളെ, അങ്ങനെയും പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതാ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല സമാധാനിപ്പിക്കുന്നു. സൂറത്ത് യാസീൻ, അത് യാസീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹത്വം പറയുന്ന സൂറത്താണെന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമാധാനിപ്പിക്കുന്നു. ഫലാ യഹ്സുൻക ഖൗലുഹും ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ. ഓ നബിയേ, ആ എതിരാളികളുടെ, ശത്രുക്കളുടെ, വിമർശകരുടെ വാക്ക് കേട്ട് തങ്ങൾ ദുഃഖിക്കണ്ട. വിമർശിക്കുന്ന ധാരാളം ആളുകളുണ്ടാകും, ചീത്ത പറയുന്ന ധാരാളം ആളുകളുണ്ടാകും. സുബ്ഹാനല്ലാഹ്, അങ്ങയുടെ പേരിൽ 100 കള്ളം വെച്ച് കെട്ടി പറയുന്നവരുണ്ടാകും. തങ്ങൾ പറഞ്ഞത് ഉരുട്ടി വരട്ടി അപ്പുറത്തുനിന്ന് ഒഴിവാക്കി ഇപ്പുറത്തുനിന്ന് ഒഴിവാക്കി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കട്ട് ചെയ്ത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നവരുണ്ടാകും. തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ദുർവ്യാഖ്യാനം ചെയ്യുന്നവരുണ്ടാകും. തങ്ങൾ ഉദ്ദേശിക്കാത്ത വാക്ക് ആയി തങ്ങളുടെ വാക്കുകളെ ദുർവ്യാഖ്യാനം ചെയ്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നവരുണ്ടാകും. തങ്ങളെപ്പറ്റി പാട്ടുകാരനാണെന്ന് പറയുന്നവരുണ്ടാകും. തങ്ങളെപ്പറ്റി ഭ്രാന്തനാണ്, മാനസിക രോഗിയാണെന്ന് പറയുന്നവരുണ്ടാകും. അങ്ങനെ തുടങ്ങിയ ഒരുപാട് ആളുകൾ ഉണ്ടാകും. അതിൽ തങ്ങൾ ദുഃഖിക്കേണ്ട നബിയേ. ഫലാ യഹ്സുൻക ഖൗലുഹും, എതിരാളികളെ വാക്ക് കേട്ട് തങ്ങൾ ദുഃഖിക്കേണ്ട നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറയുകയാണ്, ഖിയാമത്ത് നാൾ വരെ അവിടുത്തെ പ്രതിനിധികളായി അവിടുന്ന് പഠിപ്പിച്ച ദീനിന്റെ ആശയം പ്രചരിപ്പിക്കുന്ന പണ്ഡിതന്മാർക്കും ഇത് ബാധകമാണ്. ഫലാ യഹ്സുൻക ഖൗലുഹും ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ. അവർ രഹസ്യമാക്കി വെക്കുന്ന വിവരം നമുക്കറിയാം, അവർ പരസ്യമാക്കി വെക്കുന്ന വിവരവും നമുക്കറിയാം. അതേ, അവർക്കറിയാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തെളിവ് മുഖേന സംസാരിച്ചാൽ ഞങ്ങൾക്കൊരിക്കലും നേരിടാൻ കഴിയില്ല, ഞങ്ങൾ പരാജയപ്പെട്ടു പോകുമെന്ന് അവരുടെ മനസ്സിൽ അവർക്കറിയാം. പക്ഷേ പുറത്തവരെ അനുയായികളെ പിടിച്ചു നിർത്താൻ വേണ്ടി അവരെങ്ങനെ നബിയതാ പാട്ടുകാരനാണ്, അപ്പുറത്താണ് ഇപ്പുറത്താണെന്ന് പറഞ്ഞ് അങ്ങയുടെ പേരിൽ ഒരുപാട് ആരോപണം പറഞ്ഞേക്കും. അത് അവർ രഹസ്യമായി അവരെ മനസ്സിൽ തന്നെയുണ്ട്. നബിയെ, തങ്ങൾ പറയുന്നത് സത്യമാണ്, തങ്ങളെ തെളിവ് കൊണ്ട് നേരിടാൻ കഴിയില്ലെന്ന് അവർക്ക് നല്ല ബോധമുണ്ട് നബിയെ. അതുകൊണ്ട് അവരെ രഹസ്യം അല്ലാഹുവിനറിയാം, അവർ പരസ്യമായി നേരെ തിരിച്ചു പറയുന്നതും അല്ലാഹുവിനറിയാം. ഫലാ യഹ്സുൻക ഖൗലുഹും
ഖൗലുഹും ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ. ഇതുപോലെ രഹസ്യമായി അവർ ചെയ്യുന്ന തെറ്റുകൾ അല്ലാഹുവിനറിയാം, പരസ്യമായി അവർ ചെയ്യുന്ന തെറ്റുകളും അറിയാം. മനുഷ്യൻ ഏത് കാര്യം ചെയ്യുന്നുണ്ടോ അതെല്ലാം അല്ലാഹുവിനറിയാം. ആ റബ്ബ് അറിയുന്നുണ്ടെന്നത് അവരൊരിക്കലും തന്നെ മറന്നു പോകണ്ട. പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സൂറത്ത് യാസീൻ അതാ പഠിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിന്നെയും നമുക്ക് വേണ്ടി വിവരണം നൽകുന്നു. അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ ഫഇദാ ഹുവ ഖസീമും മുബീൻ. ഓ നബിയേ, അവിടുന്ന് മുഷിയണ്ട, അവരുടെ വാക്കുകൊണ്ട് തങ്ങൾ മുഷിയണ്ട. നല്ല കാര്യം പറയുന്നവർക്ക്, ശരിയായ വിശ്വാസം പഠിപ്പിക്കുന്നവർക്ക്, ശരിയായ തത്വങ്ങൾ പഠിപ്പിക്കുന്നവർക്ക് കഠിനമായ വിമർശനങ്ങൾ ഉണ്ടാകും. ആണ് മഹാന്മാര് പറഞ്ഞത്. ذو الطعن منه يرى شيئا سوى الخير ومثمر الشجر يرمى بالهجارة لا يرمى سواه فيرميان الثمر. ഹൈസ്കൂളും വിട്ട് നടന്നു പോകുന്ന കുട്ടികൾ നല്ല ഉരുളൻ കല്ലെടുത്തിട്ട് എറിയുകയാണ്. എന്തിനാ എറിയുന്നത്? മാവിനാണ്, അതേ മാങ്ങാമരത്തിനാണ്. എന്തേ ആ മാങ്ങാമരം ചെയ്ത തെറ്റ്, മാവ് ചെയ്ത തെറ്റെന്താണ്? ഒന്നുമില്ല, അത് പഴുത്ത മാങ്ങ കൊടുത്തതാണ്. പഴുത്ത മാങ്ങ കൊടുത്തപ്പോൾ കുട്ടികൾ ഏറ് തുടങ്ങി. ഏറിങ്ങനെ കിട്ടുമ്പോൾ മാവ് ചെയ്യുന്നത് എന്താണ്? ഏറിന് പകരം അതാ കല്ല് പകരം കൊടുക്കുന്നില്ല, പകരം ആ മാവിങ്ങനെ പഴുത്ത മാങ്ങകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് മഹാന്മാരെ സ്വഭാവം, മഹാപണ്ഡിതന്മാരായ ആളുകളെ സ്വഭാവം. അവർക്കതാ വിമർശനത്തിന്റെ കൂരമ്പുകൾ, കല്ലേറുകൾ ലഭിക്കും. അപ്പോൾ അവരതിന് പകരം അതേ ശൈലിയിൽ തിരിച്ചടിക്കൂല, മറിച്ചവര് പിന്നെയും ഇൽമു ധാരാളം പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കും. ഓ സുഹൃത്തുക്കളെ, എന്നാൽ അതാ പ്ലാവിന്റെ മേലെ നല്ല ചക്കയുണ്ടല്ലോ, ആ പ്ലാവിനാരും എറിയുന്നില്ലല്ലോ. കാരണം എറിഞ്ഞാലും എറിഞ്ഞില്ലെങ്കിലും വീണ് കിട്ടാൻ വലിയ പണിയാണ്, വീണ് കിട്ടാൻ വലിയ പണിയാണ്. അതുകൊണ്ട് തന്നെ ആ പ്ലാവിന് ഏറ് കിട്ടൂല കേട്ടോ. മൂപ്പരിങ്ങനെ അവിടെ ഇരിക്കുമ്പോ ആരും എറിയുന്നില്ല. കാരണം മൂപ്പര് മാങ്ങ കൊടുക്കുന്നത് പോലെ ചക്ക കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്ലാവിനേറില്ല. എന്നാൽ അപ്പുറത്തുണ്ടല്ലോ വലിയ കാഞ്ഞിരത്തിന്റെ മരം, അതിനാരും എറിയുന്നില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, എറിഞ്ഞാ കിട്ടുന്നത് എന്താണ് നമുക്കറിയില്ലേ? ആ കാഞ്ഞിരത്തിനും ഏറ് കിട്ടൂല. പഴുത്ത മാങ്ങയുള്ള മാവിനല്ലേ ഏറ് മുഴുവനും. അപ്പോൾ പഴുത്ത മാങ്ങ ധാരാളം കൊടുക്കലല്ലേ അത്തരം മാവുകൾ. അത് തന്നെയാണ് റബ്ബിന്റെ ദീനിന്റെ ആലിമീങ്ങളുടെ സ്വഭാവമെന്ന് പണ്ഡിതന്മാര് പറഞ്ഞില്ലേ? വേറെ ചില ആളുകളുണ്ട് ലോകത്ത്, അതും പണ്ഡിതന്മാര് പറഞ്ഞു. അതെന്താണ്? സുബ്ഹാനല്ലാഹ്, ഇന്നൽ ഖനാഫിസ ഇദ് മമസതുറു മാതതിലി ഖൈസുമിഹാ ദുതീബി ലം യഖുമി. അതേ ലന്നസുഹു യൻഫഉ സിൻദിറൻ ലിശഖവതിഹി ബൽകാന. അതേ ഈ ലോകത്തുണ്ട് ചില ജീവികൾ, അതിൽപ്പെട്ടൊരു ജീവിയാണ് അതാ കട്ടകൾ, അതേ ഉണക്ക് പിട്ടകൾ ഉരുട്ടിക്കൊണ്ടു പോകുന്ന വണ്ടുകൾ. ആ ഉണക്ക് കട്ടകൾ പിട്ടകൾ ഉരുട്ടിക്കൊണ്ടു പോകുന്ന വണ്ടുകൾ. ആ വണ്ടിങ്ങനെ എപ്പോഴും ഈ ഉണക്ക് കാഷ്ടമിങ്ങനെ ഉരുട്ടിക്കൊണ്ടു പോകുന്നത് കണ്ടിട്ട് ഒരു മനുഷ്യന് തോന്നി, ഇതിനൊരു നല്ലത് മണക്കാൻ ഭാഗ്യം കിട്ടിയില്ലല്ലോ അല്ലാ.
അതുകൊണ്ട് കുറച്ച് അത്തർ കൊണ്ടുപോയിട്ട് ഇതിനങ്ങ് മണപ്പിച്ചു കൊടുത്താൽ എന്താ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അതൊന്ന് മണക്കട്ടെ. അങ്ങനെ ആ വണ്ടിന് കൊണ്ടുപോയി വല്ലവരും അത്തർ മണപ്പിച്ചാൽ ആ വണ്ട് ചത്തുപോകും കേട്ടോ. കാരണം അതിന് സുഗന്ധമുള്ളത് തീരെ പിടിക്കൂല, അതിനെപ്പോഴും ആ നാറ്റമുള്ളതേ മൂക്കിന് പിടിക്കൂ. ഇങ്ങനെയും ചില കൂട്ടരുണ്ടെന്ന് റസാനത്ത് പറഞ്ഞില്ലേ? സുബ്ഹാനല്ലാഹ്, വേറെയും ചിലരുണ്ട്. അതെന്താണ്? റസാനത്ത് പറഞ്ഞു, കൊരങ്ങെന്ന് പറഞ്ഞിട്ടൊരു ജീവിയുണ്ട്. ആ കൊരങ്ങിന്റെ സ്വഭാവം എന്താണ്? കൊരങ്ങൊരിക്കലും വേനൽക്കാലത്ത് വീടുണ്ടാക്കൂല. വേനൽക്കാലത്ത് വീടുണ്ടാക്കൂല. ഇങ്ങനെ കാണുന്ന എല്ലാ വികൃതിയും കളിച്ചിങ്ങനെ നടക്കും. സുബ്ഹാനല്ലാഹ്. അതേ സമയത്ത് ചെറിയ ചെറിയ പക്ഷികൾ വേനൽക്കാലത്ത് ഉണങ്ങിയ ചില്ലുകൾ കൊണ്ടുപോയി മരത്തിന്റെ മേലെ വീട് പണിയും. അങ്ങനെ മഴ ഇങ്ങ് പെയ്യുമ്പോ വീട്ടിന്റെ ഉള്ളിൽ കയറി, കൂട്ടിന്റെ ഉള്ളിൽ കയറിയിട്ട് ഈ ചെറിയ പക്ഷികൾ കൂട്ടിന്റെ ഉള്ളിൽ നനയാതെ ഇരിക്കുമ്പോ ഈ കൊരങ്ങിന് ദേഷ്യം പിടിക്കുകയാണ്. ഈ കൊരങ്ങന് അസൂയ തോന്നുകയാണ്. ഈ പക്ഷികൾ നന്നായിട്ട് ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ കൂടിയിട്ട് സുരക്ഷിതരായി നനയാതെ കഴിയുന്നുണ്ടല്ലോ, ഇതെങ്ങനെയുണ്ട് പൊളിക്കാനെന്ന പിന്നെ ഈ കൊരങ്ങന്റെ ചിന്ത. ആ കൊരങ്ങ് പിന്നെ ചെയ്യുന്നത് എന്താണ്? മരത്തിന്റെ മേലെ കയറി ചെന്നിട്ട് ഈ കാണുന്ന ചെറിയ പക്ഷിയുടെ കൂടെങ്ങനെയുണ്ട് പൊളിച്ചെറിയാനെന്നാണ് പിന്നെ ഈ അസൂയക്കാരനായ കൊരങ്ങ് ചിന്തിക്കുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെയും ലോകത്ത് സ്വഭാവങ്ങളുണ്ടെന്ന് ഇമാമിങ്ങൾ വിവരിച്ചിട്ടുണ്ട്. അതൊക്കെയും മുതഅല്ലിമീങ്ങളുടെ മനസ്സിൽ വേണം, ദീനീ പ്രവർത്തനം നടത്തുന്നവരുടെ മനസ്സിൽ വേണം. അവിടെയൊന്നും പതറിപ്പോകാതെ അല്ലാഹുവിലേക്ക് മനുഷ്യന്റെ മനസ്സിനെ ക്ഷണിച്ചു കൊണ്ടുപോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് മനുഷ്യരെ അടുപ്പിച്ചു കൊണ്ടുവരാൻ കഴിയുന്നവനാരോ അവനാണ് ആഖിറത്തിന്റെ പണ്ഡിതൻ കേട്ടോ. അവര് ദുന്യാവ് ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരല്ല. ദുന്യാവിന്റെ സ്ഥാനം അവർക്ക് പ്രശ്നമല്ല. ലന്നുസുഹു യൻഫഉ സിൻദിറൻ ലിശഖവതിഹി ബൽ കാന യഖ്റുജു അൻ യുദീസ ബിൽ ലിബരി യുമസ്സിഖുൽ ഖിർദു സഫറൻ ലിസഫാരിയതി ഇദാ ലഹു നസഹത് ഫി ബാബിൽ മതരി മൻ കാന അദാതുഹും ഫസാനു സഹതുഹും ഖിത്രൻ യുസബ്ബു മുദാബൻ ഫി സിമാഹിഹിം ഇന്നൽ ഖാന ഫി സയ്യിദ് മാമസ ഇതൊക്കെയും പണ്ഡിതന്മാര് പഠിപ്പിച്ച വിഷയങ്ങളാണ്. ഇരിക്കട്ടെ, അത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ പണ്ഡിതന്മാർക്കും അവിടുന്നല്ലേ ഗുരുവര്യരായത്, അവിടുന്നല്ലേ മാതൃകയായത്. അല്ലാഹു തആല സമാധാനിപ്പിക്കുന്ന ഫലാ യഹ്സുൻക ഖൗലുഹും, എതിരാളികളെ വാക്ക് കേട്ട് തങ്ങൾ ദുഃഖിക്കണ്ട നബിയെ. ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുലിനൂൻ, അവര് രഹസ്യമായി പറയുന്നതും പരസ്യമായി പറയുന്നതും രഹസ്യമായി ചെയ്യുന്നതും പരസ്യമായി ചെയ്യുന്നതും ഒക്കെ നമ്മൾ അറിയുന്നുണ്ട് നബിയേ. അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ ഫഇദാ ഹുവ ഖസീമും മുബീൻ. സുബ്ഹാനല്ലാഹ്. അതിലിടക്ക് സിറാജുൽ ഹുദ, ആ മഹത്തായ സ്ഥാപനം, അതിനെ സംബന്ധിച്ച് വിവരിക്കുന്ന സിറാജുൽ ഹുദ ചരിത്രവും വർത്തമാനവും എന്ന CD ഉണ്ട്. 5 പൈസയും കൊടുക്കണ്ട, സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ വിതരണം ചെയ്യുമ്പോൾ നിങ്ങളത് വാങ്ങി സിറാജുൽ ഹുദയെ സംബന്ധിച്ചുള്ള ആ CD, സിറാജുൽ ഹുദ എന്ന സ്ഥാപനം കുറ്റ്യാടിയിലും പരിസരങ്ങളിലും 11 മഹല്ലുകളിൽ ഒരൊറ്റ സുന്നത്ത് ജമാഅത്തിന്റെ പള്ളിയും മദ്രസയും ഇല്ലാതെ എല്ലാവരുടെയും ജുമുഅ ബാത്തിലായിക്കൊണ്ടിരിക്കുമ്പോൾ ഒരൊറ്റ മനുഷ്യരും അല്ലാഹുവിന്റെ 20 സിഫത്ത് പഠിക്കാതെ, ഒരൊറ്റ മനുഷ്യരും അല്ലാഹുവിന്റെ റസൂലിന്റെ മഹത്വം പഠിക്കാതെ, ഒരൊറ്റ മഹല്ലത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വിവരം റബീഉൽ അവ്വലിൽ അറിയാതെ, ഒരു ദിക്റും ഔറാദും സലാത്തിന്റെയും സദസ്സുകളില്ലാതെ 50ഓളം കൊല്ലം തുടർന്നു പോയപ്പോൾ മുഅ്മിനീങ്ങളെ, മഹാന്മാരായ ഉസ്താദുമാരുടെ സമ്മതത്തോടെ അവരുടെ പൊരുത്തം വാങ്ങി
പോയി സ്ഥാപിച്ചതാണ് സിറാജുൽ ഹുദ. അതിന്റെ ഒന്നാമത്തെ പ്രവർത്തനം ഈ നാദാപുരത്ത് ഒരുപാട് കാലം ആത്മീയ നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ശൈഖ് മശായിഖിന കീഴ ഉസ്താദ് അവറുകൾ, അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ. ഞാൻ അടുക്കത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് പുല്ലൂക്കരയിൽ ഓതിപ്പടിക്കുമ്പോൾ 1983 ഞാൻ അവിടെ പോയി 2 ദിവസം സുന്നത്ത് ജമാഅത്തിനെ സംബന്ധിച്ച് പ്രസംഗിച്ചു. ഒരൊറ്റ പള്ളിയുമില്ലാത്ത ആ പ്രദേശങ്ങളിൽ പള്ളി നിർമ്മിക്കണമെന്ന് പറഞ്ഞു. സദസ്സിൽ നിന്നൊരാൾ പള്ളിക്ക് സ്ഥലം തന്നു. ആ പള്ളിക്ക് തറക്കല്ലിടാൻ വേണ്ടി ബഹുമാനപ്പെട്ട കീഴ ഉസ്താദ് വന്നു. അതുപോലെ കുന്നുമ്മൽ അഹമ്മദ് മുസ്ലിയാർ വന്നു. കാര്യാട്ട് കുഞ്ഞമ്മദ് ഹാജി വന്നു. കുഞ്ഞമ്മദ് ഹാജി മാത്രമേ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ളൂ. അള്ളാഹു അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ദീർഘായുസും ആഫിയത്തും നൽകട്ടെ. അഹമ്മദ് മുസ്ലിയാർക്കും അതുപോലെ കീഴ ഉസ്താദിനും അള്ളാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ. അന്ന് ഞാൻ ആ മഹാന്മാരുള്ള സദസ്സിൽ പള്ളി തറക്കല്ലിടുന്ന ദിവസം പ്രസംഗിക്കുന്ന ചിത്രം മുതൽ കുറ്റ്യാടിയിൽ ഒരു ഓലഷെഡ് കെട്ടി ആദ്യമായി തുടങ്ങിയ മദ്രസ മുതൽ ഓലഷെഡിൽ ദർസ് നടത്തുമ്പോൾ മഴ പെയ്തപ്പോൾ കിതാബും എടുത്ത് കുട്ടികളും ഞങ്ങളും ഓടുന്നത് മുതൽ എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളുന്ന സിറാജുൽ ഹുദ ചരിത്രവും വർത്തമാനവും എന്ന ഈ CD സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമൊക്കെ സൗജന്യമായി നൽകാനുള്ളതാണ്. നിങ്ങളത് പോയി ഒന്ന് കണ്ടു നോക്കണം എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തുന്നു. അല്ലാഹു ജല്ല ജലാലുഹു നല്ല കാര്യങ്ങൾക്ക് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സപ്തദിനം 2011 പുറത്തിറങ്ങിയ CDകൾ: 1-ാം ദിവസം യാസീൻ മഹത്വങ്ങൾ പാഠങ്ങൾ, 2-ാം ദിവസം പ്രബോധകരും പ്രബോധിതരും, 3-ാം ദിവസം അക്രമങ്ങളും അന്ധവിശ്വാസങ്ങളും, 4-ാം ദിവസം ത്യാഗിയുടെ വിജയം അക്രമിയുടെ പരാജയം, 5-ാം ദിവസം അന്തിമയാത്രയും ദൃഷ്ടാന്തങ്ങളും, 6-ാം ദിവസവും 7-ാം ദിവസവും ഇൻഷാ അല്ലാഹ് പിന്നീട് ഇറങ്ങും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ വിഷയത്തിലേക്ക് തന്നെ പോകും. ഓ സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആൻ നന്ദിയില്ലാത്ത മനുഷ്യനെ സംബന്ധിച്ച് പറയുന്നു. അവലം യറൽ ഇൻസാനു, മനുഷ്യൻ കണ്ടില്ലേ, അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ ഫൈദാ ഹുവ ഖസീമും മുബീൻ. അവനെ വെറും ഇന്ദ്രിയതുള്ളിയിലൂടെ നമ്മൾ സൃഷ്ടിച്ചില്ലേ. സുബ്ഹാനല്ലാഹ്, ഞാനത് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. വളരെ ചെറിയൊരംശം. ആ ചെറിയ അംശം മനുഷ്യന്റെ, അതേ ബാപ്പയുടെയും ഉമ്മയുടെയും അച്ഛന്റെയും അമ്മയുടെയും ചെറിയ ഒരംശം, ഇന്ദ്രിയതുള്ളിയിലെ കാണാൻ തന്നെ പ്രയാസമുള്ള ചെറിയൊരംശം, ബീജവും മണ്ഡവും സങ്കലനം നടത്തി അല്ലാഹു തആല മനുഷ്യന്റെ സൃഷ്ടിപ്പ് നടത്തിയില്ലേ. സുബ്ഹാനല്ലാഹ്. ഇപ്പോൾ തണുപ്പായപ്പോൾ ചിലരുടെ കാലതാ പൊട്ടിക്കീറുന്നു. അപ്പൊ അവനിങ്ങനെ പറയാണ്, എന്റെ ഉമ്മാന്റെ കാലും ഇങ്ങനെ തന്നെയായിരുന്നു. സുബ്ഹാനല്ലാഹ്, ബാപ്പാന്റെ കാലും ഇങ്ങനെയായിരുന്നു. ഈ കാല് തണുപ്പാകുമ്പോ പൊട്ടിക്കീറേണ്ട വിഷയം പോലും അല്ലാഹു വെച്ചത് എത്ര ചെറിയൊരംശത്തിലാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഞാനതുപോലെ ഒരുപാട് വിഷയം മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലാഹു ജല്ല ജലാലുഹു അവനതാ ഈ ഇന്ദ്രിയതുള്ളിയിൽ നിന്ന് സൃഷ്ടിച്ചിട്ട് ഇത്രയും ആരോഗ്യവും ചിന്തയും ശക്തിയുമുള്ള മനുഷ്യനായി നിന്നാക്കിയില്ലേ. എന്നിട്ടോ അതാ ചിന്തയില്ലാത്ത മനുഷ്യൻ ചോദ്യം ചെയ്യാണ്, അവനതാ ശക്തിയായ തർക്കക്കാരനായി, വാദക്കാരനായി, വിവാദം സൃഷ്ടിക്കുന്നവനായി, വാദങ്ങളുമായി വരികയാണവൻ. എന്താണ് അവൻ പറയുന്നത്? വളറബലനാ മസലം വനസിയ ഖൽഖഹ ഖാല മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം. അവനതാ നമ്മക്ക് ഉപമയാക്കുന്നു നബിയെ. അവനെ പോലെ തന്നെ നമ്മളെ കണ്ടാ പറ്റോ? അവന്റെ ഒന്നിനും കഴിയാത്ത ദൈവങ്ങളെ പോലെ എന്നെ നമ്മളെ കണ്ടാ പറ്റോ? അവനതാ സൃഷ്ടികളെ പോലെ നമ്മളെ മനസ്സിലാക്കിയാ പറ്റോ? വളറബലനാ മസലാ, അവൻ നമ്മക്ക് ഉപമയാക്കുന്നു നബിയേ. സുബ്ഹാനല്ലാഹ്. കൈയില്ല ഞാൻ പിന്നെ പടച്ചോൻ എന്തിനോ പറ്റുമോ? കാലില്ല ഞാൻ പടച്ചോൻ എന്തിനോ പറ്റുമോ എന്നൊക്കെ ചോദിച്ചവരില്ലേ. അള്ളാഹ്ക്ക് മസലുണ്ടാക്കുകയാണ്. മനുഷ്യനെ പോലെയാണ് അള്ളാഹ് എന്നാണ് അവർ കരുതുന്നത്. ഇതുപോലൊരു കൂട്ടര് പറഞ്ഞില്ലേ, പടച്ചവന് മക്കളുണ്ടെന്ന് പറഞ്ഞില്ലേ. അവരും ചോദിച്ചേ മക്കളില്ല എന്ന് പറഞ്ഞാൽ ഒരു മോശമല്ലേ എന്നാണ്. ഇന്നലില്ല,
നസ്റാനികൾ പിഴച്ചതങ്ങനെയല്ലേ? യഹൂദികൾ പിഴച്ചതങ്ങനെയല്ലേ? മക്കയിലെ മുശ്രിക്കുകൾ പിഴച്ചതങ്ങനെയല്ലേ? പടച്ചവന് മക്കളില്ല എന്ന് പറഞ്ഞാൽ ഒരു മോശല്ലേ? കാരണം എല്ലാവരും കാണുന്നില്ലേ മക്കളില്ലാഞ്ഞിട്ട് ദ്വാരപ്പിക്കുന്നത്, മക്കളില്ലാഞ്ഞിട്ട് നേർച്ചയാക്കുന്നത്, മക്കളില്ലാഞ്ഞിട്ട് ചികിത്സ ചെയ്യുന്നത്. അള്ളാഹുവിന്റെ സൃഷ്ടികളെ പോലെ കാണാൻ പറ്റുമോ മനുഷ്യ? അങ്ങനെ ഒരുപാട് ആൾ ഈമാൻ തെറ്റിപ്പോയി. ഇതുപോലെ അള്ളാഹ്ക്ക് കയ്യുണ്ട്, കാലുണ്ട്, അതുപോലെ അള്ളാഹുവിന് പല അവയവങ്ങളും ഉണ്ടെന്ന് പറഞ്ഞും പലരും ഈമാന് തെറ്റിപ്പോയി. മുസ്ലിമീങ്ങളെ അല്ലാഹ് പറയുന്നു, വദറബലനാ മസലൻ, നമ്മക്കവൻ ഉപമയാക്കിയിരിക്കുന്നു. വനസിയ ഖൽഖഹു, അവന്റെ സൃഷ്ടിപ്പിനെ അവൻ മറന്നുപോയി. നമ്മൾക്കത് അവൻ ഉപമയാക്കിയിട്ട് അതേ കാലമയ്യുഹിറമീം, എല്ലിങ്ങനെ കയ്യിലെടുത്ത് പിടിച്ചിട്ട് ചോദിക്കുകയാണ് ഉബയ്യ്. എന്താണ് അവൻ ചോദിച്ചത്? ആ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ ആയത്തിറങ്ങുന്നതെങ്കിലും അത് എല്ലാ ആളുകൾക്കും ബാധകമാണെന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു. എന്താണ് അവൻ ചെയ്തത്? കയ്യിൽ എല്ലിന്റെ കഷ്ണവും പിടിച്ചിട്ട് ചോദിക്കുകയാണ്, മയ്യുഹിൽ റമീം, ഈ എല്ല് ദ്രവിച്ചു പോയാൽ, നുരുമ്പിപ്പോയാൽ അതിനാർക്കാണ് ജീവിപ്പിക്കാൻ കഴിയുക? അവന്റെ വലിയ ചോദ്യമാണ്. ആർക്കാ ജീവിപ്പിക്കാൻ കഴിയുക? സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ ദീനിലെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി വരുന്ന കക്ഷികൾ സത്യത്തിനെതിരായി അവരുടെ അസത്യം വരെ പോകൂലെന്ന് കണ്ടാൽ അവരെ ചോദ്യം വളരെ കടുപ്പത്തിലായിരിക്കും, വെല്ലുവിളി ഭയങ്കര കടുപ്പത്തിലായിരിക്കും. ആരാ നേരിടാനുള്ളത്, ആരാ നട്ടലുള്ളത് എന്നൊക്കെയാ ചോദിക്കുക. അത് മുമ്പേ പിഴച്ചുപോയവരുടെ സ്വഭാവത്തിൽ പെട്ടതാണ്. റമീം, ആർക്കാണ് ഈ എല്ലിനെ ജീവിപ്പിക്കാൻ കഴിയുമെന്ന് അവൻ വെല്ലുവിളിക്കുകയാണ്. അല്ലാഹ് മറുപടി പറയുന്നു, ഖുൽ, പറയൂ നബിയേ, യുഹീഹല്ലദീ അൻശഅഹാ അവ്വല മർറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം അല്ലദീ ജഅല ലക്കും മിനശ് ശജരിൽ അഖ്ളരി നാറാ ഫൈദാ അൻതും മിൻഹു തൂഖിദൂൻ. എന്താണ് പടച്ചറപ്പിന്റെ മറുപടി? പക്ഷേ ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഖുൽ, പറയൂ നബിയേ എന്നാണ് അല്ലാഹ് പറയുന്നത്. എന്തേ കാരണം? ആർക്കാണ് ഈ ദ്രവിച്ച എല്ലിനെ ജീവിപ്പിക്കാൻ കഴിയാന്ന് ചോദിച്ചാൽ ആ ചോദ്യം അള്ളാഹ്ക്കെതിരല്ലേ? അള്ളാന്റെ കഴിവിനെയല്ലേ ചോദ്യം ചെയ്തത്? അള്ളാന്റെ കഴിവിനെ ചോദ്യം ചെയ്താൽ മറുപടി ആരാ പറയേണ്ടത്? മറുപടി ഹബീബാ പറയേണ്ടത്. അങ്ങനെയല്ലേ സ്നേഹിക്കുമ്പോഴങ്ങനല്ലേ? രാജാവായ അള്ളാന്റെ ഹബീബല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അള്ളാഹിനെ പറ്റി ചോദ്യം ചെയ്തതിന് എന്റെ ഹബീബ് മറുപടി പറയണം. ഖുൽ, പറയൂ ഹബീബേ. നബി തങ്ങളോട് മറുപടി പറയാൻ ആവശ്യപ്പെടുകയാണ്. നേരെ മറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏതെങ്കിലും ഒരു എതിരാളി വിമർശിച്ച് പറഞ്ഞാലോ അവിടെ ഖുൽ എന്ന വാചകം കാണൂല. അല്ല തന്നെ അങ്ങ് ഡയറക്റ്റ് മറുപടി പറയല. കാരണം അങ്ങനല്ലേ ഹബീബാകുമ്പോ. ഹബീബായ നബിയെ വല്ലവനും വല്ലതും പറഞ്ഞാൽ അതിന്റെ മറുപടി രാജാവായ ഞാൻ പറയും. രാജാവായ എന്നെ സംബന്ധിച്ച് ആരെങ്കിലും വേണ്ടാത്തത് പറഞ്ഞാൽ മറുപടി നിങ്ങൾ പറയണം. അങ്ങനെയാണ് അല്ലാഹുവിന്റെ ശൈലി, ഖുർആനിന്റെ ശൈലി. കണ്ടില്ലേ? ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹാർ ഇന്ന സാനിയക ഹുവൽ അബ്തർ. ഞാനത് കഴിഞ്ഞ കൊല്ലം അതാ പാറക്കടവിൽ വെച്ച് 2 ദിവസം ഇന്നാ അഅ്തൈനാകൽ കൗസർ എന്ന സൂറത്ത്, ആ ഒരൊറ്റ സൂറത്തിലെ ഇന്നാ അഅ്തൈനാകൽ കൗസർ എന്ന ആയത്ത്, ഓ മുഅ്മിനീങ്ങളെ, 2 ദിവസം റസൂലുള്ളാഹിന്റെ മദ്ഹായി നമ്മൾ കഴിഞ്ഞ കൊല്ലം പ്രസംഗിച്ചപ്പോ ഞാനത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഈ പ്രാവശ്യവും ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. പാറക്കടവിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയുന്ന പരിപാടി ഇവിടെ ബോർഡ് വെച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അതേ, അത് വടകരയിലെ 28-ാം തീയതിത്തെ പരിപാടിയാണെങ്കിൽ അങ്ങടെ അതാ മദ്ഹുർ റസൂൽ പരിപാടി, അവിടെ അതാ മാർച്ച് 3, 4 വ്യാഴം വെള്ളി തീയതികളിൽ പാറക്കടവിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് കൊണ്ടല്ലേ ഈ മാസം നിറക്കേണ്ടത്. അതേ, വടകരയിൽ മഹാനായ കാന്തപുരം ഉസ്താദ് വരുന്നു. മഹാനവർക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഇടക്കത് സൂചിപ്പിച്ചുകൊണ്ട് പറയട്ടെ, അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ആക്ഷേപം പറഞ്ഞപ്പോൾ നിങ്ങൾ ഓർക്കണം, ഇന്നാ അഅ്തൈനാകൽ കൗസർ, ഓ നബിയെ അങ്ങേക്ക് ധാരാളം ഖൈർ തന്നു നബിയെ.
അതിനൊരുപാട് 20ഓളം വ്യാഖ്യാനം എന്ന് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. അതിലൊരു വ്യാഖ്യാനമാണ് അങ്ങയ്ക്ക് ഓ നബിയെ ധാരാളം മക്കളെ തന്നു നബിയെ. എവിടെ ചെന്നാലും തങ്ങന്മാരില്ലേ, ധാരാളം മക്കളെ തന്നു നബിയെ. ഈ ആയത്തിറങ്ങാൻ എന്തേ കാരണം, ഈ സൂറത്തിറങ്ങാൻ എന്തേ കാരണം? അതെ, അതിന്റെ ഒരു കാരണം തന്നെ ഇന്നാ അഅ്തൈനാക്കൽ കൗസർ, അങ്ങേക്ക് ധാരാളം മക്കളെ തന്നു നബിയേ. അതിറങ്ങാൻ തന്നെ കാരണം അതിന്റെ അവസാനം നോക്കിയാൽ കാണാം. ഇന്ന ശാനിയക ഹുവൽ അബ്തർ, തങ്ങളെ ആക്ഷേപിക്കുന്നവൻ പിൻഗാമിയില്ലാത്ത ലക്ഷണം കെട്ടവനാണ്. അല്ലാഹ് പറയാണ്. എന്തി അങ്ങനെ പറയാൻ? ഒരു മനുഷ്യൻ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആൺമക്കളൊക്കെയും വഫാത്തായി പോയപ്പോ മുഹമ്മദിന് പിൻഗാമികളില്ലെന്ന് പറഞ്ഞു, മുഹമ്മദിന് പിൻഗാമികളില്ലെന്ന് പറഞ്ഞു. അതിന് അല്ലാഹ് മറുപടി പറയാണ്, ഇന്നാ അഅ്തൈനാക്കൽ കൗസർ, അങ്ങയ്ക്ക് ധാരാളം ഖൈർ നമ്മൾ തന്നു കഴിഞ്ഞിട്ടുണ്ട് നബിയെ. അൽ കൗസർ എന്ന വാക്കിന്റെ അർത്ഥം ധാരാളം ഖൈർ എന്നാണ്. അതിൽ പെട്ടതാ ഹൗദുൽ കൗസറും, അതിൽ പെട്ടതാ സ്വർഗത്തിലെ നദിയും, അതിൽ പെട്ടതാ ദീനിന്റെ ആലിമീങ്ങളും ഇമാമീങ്ങളും, അതിൽ പെട്ടതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കളും. അതാണ് അല്ലാഹ് പറയുന്നത്, ഇന്ന ശാനിയക ഹുവൽ അബ്തർ, തങ്ങളെ ആക്ഷേപിച്ച് സംസാരിച്ചവൻ അവനാണ് ലക്ഷണം കെട്ടവൻ നബിയേ, അവനാണ് പിൻഗാമിയില്ലാത്തവൻ നബിയേ. അതുകൊണ്ട് തന്നെയല്ലേ നിങ്ങൾ ഏത് നാട്ടിൽ ചെന്ന് നോക്കൂ, അവിടെ ഒക്കെ തങ്ങന്മാരില്ലേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരകളില്ലേ. ആ സന്താന പരമ്പരയെ കൊല്ലാൻ വന്ന യസീദിന്റെ മക്കൾ എവിടെ? റസൂലുള്ളാഹിനെ ചോദ്യം ചെയ്തവന്റെ മക്കൾ എവിടെ? ഓ സുഹൃത്തുക്കളെ, അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂലിനെ പറഞ്ഞാൽ അല്ലാഹ് മറുപടി പറയും. അത് തന്നെയാണ് അബൂലഹബിന് മറുപടി പറഞ്ഞ റസൂലുള്ളാഹിനെ പറഞ്ഞപ്പോ, അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞാൽ അല്ലാഹ് മറുപടി പറയും. അതേ സമയത്ത് അല്ലാഹുവിനെ സംബന്ധിച്ച് വല്ലതും അതാ എതിരാളി പറഞ്ഞാൽ ഹബീബായ നബി മറുപടി പറയണം. അങ്ങനെയാണ് അല്ലാഹും റസൂലും തമ്മിലുള്ള ബന്ധം. അതാണ് ഇവിടെ പറഞ്ഞത്, ഖുൽ, പറയൂ നബിയേ, നമ്മളെ കൊണ്ട് എല്ലിനെ ജീവിപ്പിക്കാൻ കഴിയോന്നല്ലേ ആ വിവരമില്ലാത്തവന്റെ വെല്ലുവിളി. പറയൂ നബിയേ, ഖുൽ യുഹീഹല്ലദീ അൻശഅഹാ അവ്വല മറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. ഖുൽ, പറയൂ നബിയേ, യുഹീഹല്ലദീ അൻശഅഹാ അവ്വല മറ, ആദ്യമായി എല്ലിനെ ഉണ്ടാക്കിയവനാരാണ്? മാംസവും സെല്ലും പടച്ചവനാരാണ്? രക്തവും നീരും പടച്ചവനാരാണ്? ആദ്യം അതിനെ പടച്ചവനാരാണ്? അവൻ തന്നെ അതിനെ അങ്ങ് ജീവിപ്പിക്കും. വഹുവ ബികുല്ലി ഖൽഖിൻ അലീം, അവൻ എല്ലാ സൃഷ്ടികളെ കുറിച്ചും സൃഷ്ടിപ്പിനെ കുറിച്ചും അറിവുള്ളവനാണ് നബിയെ. ഇനി നിങ്ങൾക്കതിന് വേണോ? ഒന്നുകൂടി നിങ്ങളെ മനസ്സിരങ്ങിട്ട് തരട്ടെ. സംശയമാണോ നിങ്ങൾക്ക്? ഉണങ്ങിയ സാധനം എങ്ങനെ പച്ചയാകുമെന്നാണോ സംശയം? അതുപോലെ പലതും ചേർന്നത് എങ്ങനെയാ പിന്നീട് മറിഞ്ഞു വരുന്നതെന്നാണോ സംശയം? എന്നാൽ നീയൊന്ന് നോക്കൂ, വല്ലദീ ജഅല ലക്കും മിനശ്ശജരിൽ അഖ്മരി നാറൻ ഫൈദാ അൻതും മിൻഹു തുഖിദൂൻ. സുബ്ഹാനല്ലാഹ്, രാത്രി സമയത്ത് വീട്ടിന്റെ മേലെ കയറിയിട്ട് അതേ വയനാടൻ മലകൊള്ള നിങ്ങളൊന്ന് നോക്കൂ. അപ്പുറത്തതാ വാണിമേൽ, അതിന്റെ അപ്പുറത്ത് വെലങ്ങാട് മലയുടെ മേലെ നോക്കൂ. അവിടെ നിന്നതാ പലപ്പോഴും തീ കത്തുന്നത് കാണുന്നു. ആരാണോ അവിടെ തീ കത്തിച്ചത്? അതേ അല്ലാഹു തആല ചില പച്ച മരങ്ങളെ പടച്ചിട്ടുണ്ട്. ആ മരത്തിൽ പീഞ്ഞു നോക്കിയാൽ വെള്ളം കിട്ടും. അതേ സമയത്ത് അതേ മരത്തിൽ തന്നെ അല്ലാഹ് തീയും വെച്ചിട്ടുണ്ട്. അത് ഉരസുമ്പോൾ കത്തുകയാണ്. അല്ലദീ ജഅല ലക്കും മിനശ്ശജരിൽ അഖ്ദരി നാറാ, പച്ചമരത്തിന്റെ ഉള്ളിൽ തീയിനെ വെച്ചവനല്ലേ അവൻ. ഫൈദാ അൻതും മിൻഹു തൂഖിദൂൻ, അത്തരം മരങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ തീ കത്തിക്കുകയല്ലേ.
ഒരു ഭാഗത്ത് വെള്ളവും തീയും ഒരേ മരത്തിൽ അല്ല വെച്ചില്ലേ? അല്ലാഹുവിന്റെ അപാരമായ കഴിവ് ഇനിയും നീ ചിന്തിക്കുന്നില്ല മനുഷ്യ? അല്ലദീ ജഅല ലക്കും മിനശ് ശജറിൽ അഖ്മരി നാറൻ ഫൈദാ അൻതും മിൻഹു തൂഖിദൂൻ അവലൈസ അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം. ഓ മുഅ്മിനീങ്ങളെ, തീരെ അതാ സത്യം മനസ്സിലാക്കാൻ കഴിയാതെ പെട്ടുപോയ ജനങ്ങൾ, ഉണങ്ങിയ നുരുമ്പിയ എല്ലുപോലെ മനസ്സിനൽപ്പവും സജീവമില്ലാതെയുള്ള ജനങ്ങൾ, അത്തരം ജനങ്ങൾക്കും ഖുർആൻ ഓതിക്കൊടുത്ത് ഹദീസുകൾ ഉദ്ധരിച്ചു കൊടുത്ത് ഇമാമിങ്ങളെ വാക്ക് പറഞ്ഞു കൊടുത്ത് അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും അതുപോലെ മഹാന്മാരും നടന്ന വഴികൾ മനസ്സിലാക്കി കൊടുത്ത് മുസ്ലിം പണ്ഡിതന്മാര് സംസാരിച്ചാൽ അവിടെ അതാ ആ മനുഷ്യന്റെ മനസ്സിന് ജീവൻ വെച്ച് അവൻ അല്ലാഹുവിന്റെ ശരിയായ ദീനിലേക്ക്, സുന്നത്ത് ജമാഅത്തിലേക്ക് കയറി വരുന്നതും അതാ ഇതിന്റെ മറ്റൊരു ഉപമയല്ലേ സുഹൃത്തുക്കളെ? അതല്ലേ കുറ്റ്യാടിയിലും പരിസരങ്ങളിലും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് കാണിച്ചു തന്നത്. ആയിരക്കണക്കിന് ആളുകൾ സുന്നത്ത് ജമാഅത്തിലേക്ക് വന്ന്, നേരത്തെ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളായിരുന്ന ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് സുന്നത്ത് ജമാഅത്തിന്റെ സജീവ പ്രവർത്തകരല്ലേ? നമ്മുടെ പള്ളിയുടെ പ്രസിഡന്റ് അല്ലേ, സെക്രട്ടറി അല്ലേ, ഖജാഞ്ചിയല്ലേ, പ്രവർത്തകരല്ലേ? അതെ, ഏത് ഉണങ്ങിയ ദുർദ്രവിച്ച എല്ലിനെയും ജീവിപ്പിക്കാൻ കഴിവുള്ളവരല്ലേ അല്ലാഹ്. അവന്റെ പരിശുദ്ധ ഖുർആൻ, അവന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ, അവന്റെ ഇമാമിങ്ങൾ വിവരിച്ച വിവരങ്ങൾ അതങ്ങ് കിട്ടുമ്പോൾ എത്രയോ ജനങ്ങൾ സന്മാർഗത്തിലേക്ക് വരുന്നത് അനുഭവങ്ങളല്ലേ? അതുകൊണ്ട് തന്നെ ദീനിന്റെ പ്രചരണ രംഗത്ത് ഒരൽപ്പവും പിന്നോട്ട് പോകരുതേ ദീനിന്റെ പ്രവർത്തകന്മാരെ. നിങ്ങൾ കണ്ടില്ലേ, ഈ കുറ്റ്യാടിയിൽ മാത്രമല്ലല്ലോ ഫലം കിട്ടൽ, പല സ്ഥലത്തും റബ്ബ് ഫലം തന്നിട്ടില്ലേ, തരാറില്ലേ? ഇവിടെ നിന്ന് നിങ്ങളൊന്ന് ബസ്സിന് കയറിയിട്ട് കൈനാട്ടിയിൽ പോയി ഇറങ്ങി, അവിടുന്ന് നിങ്ങൾ മാഹിയിലേക്കൊന്ന് പോകാനിറങ്ങി, എന്നിട്ട് നിങ്ങൾ പുന്നോൽ എന്ന് പറയുന്ന പ്രദേശത്തൊന്ന് പോയി ഇറങ്ങൂ. അവിടെയുള്ള വയസ്സന്മാരെ വിളിച്ചൊന്ന് ചോദിക്കൂ. ഞാൻ മർക്കദാ പുല്ലൂക്കര ജുമാഅത്ത് പള്ളിയിൽ ഓതിപ്പടിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഒരു വഅദ് പറയാൻ പോയി. അന്നത്തെ ദിവസം ജുമുഅ ഖുതുബ അറബിയിൽ ഓതിയില്ലെങ്കിൽ ജുമുഅ നിസ്കാരം ബാത്തിലാണ്. നിങ്ങളുടെ ജുമുഅ ബാത്തിലാക്കിയാൽ നിങ്ങൾ പടച്ചവന്റെ അടുക്കൽ ജുമുഅ ഇല്ലാതെ എത്തുന്നവരാണ് എന്നതിന് ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ ശറഹുൽ മുഹദ്ദബ് ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് തെളിവുദ്ധരിച്ചുകൊണ്ട് ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞതല്ലേ, ജുമുഅ ഖുത്ബ അറബിയിലല്ലെങ്കിൽ ജുമുഅ ബാത്തിലാണ് കേട്ടോ. എന്താ കാരണം? ലിഅന്നഹു ദിക്റുൽ മഫ്റൂദുൻ, അതൊരു ഫർളാക്കപ്പെട്ട ദിക്റാണ് ജുമുഅയുടെ ഖുത്ബ. കത്തശഹുദി വ തക്ബീറത്തുൽ ഇഹ്റാമി, അത്തഹിയാത്ത് ഫർളായ ദിക്റല്ലേ, തക്ബീറത്തുൽ ഇഹ്റാം ഫർളായ ദിക്റല്ലേ, അതുപോലെ ഫർളായ ഒരു ദിക്റാണ് ഖുത്ബ എന്ന് മാത്രമല്ല മഹാനവറുകൾ പറഞ്ഞു, മഅ ഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടും ഉണ്ടല്ലോ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസല്ലേ, സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെയാണോ നിസ്കരിക്കുന്നത് കണ്ട് മനസ്സിലാക്കിയത് അതുപോലെ നിങ്ങൾ നിസ്കരിക്കണേ എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ടല്ലോ. വകാന യഖ്തുബു ബിൽ അറബിയ്യ, അല്ലാഹുവിന്റെ റസൂൽ അറബിയിൽ മാത്രം ഖുത്ബ ഓതി, അറബിയിൽ മാത്രമാണ് നിസ്കരിച്ചത്. അതുകൊണ്ട് അറബിയിൽ മാത്രം ഖുത്ബ ഓതി, അറബിയിൽ മാത്രം നിസ്കരിച്ചാലേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചതുപോലെ ആകുള്ളൂ. അതുകൊണ്ട് അറബിയല്ലാത്ത ഖുത്ബ നടക്കുന്ന സ്ഥലത്ത് പങ്കെടുത്തവന്റെ ജുമുഅ ബാത്തിലാണ് കേട്ടോ. ഏകദേശം ഈ സാധുവായ ഞാൻ ജനിക്കുന്നതിന്റെ 800ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് ലോകപ്രസിദ്ധ പണ്ഡിതനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച വാചകങ്ങളും ബുഖാരിയിലെ ഹദീസും പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളും ഓതി പൊന്നൂരിൽ വെച്ചൊരു പ്രസംഗം നടത്തി. പ്രസംഗം കഴിഞ്ഞപ്പോൾ
എത്തിയപ്പോൾ അവിടുത്തെ പള്ളിയിൽ അതുവരെ കുറച്ചു കാലം അറബിയല്ലാത്ത ഭാഷയിൽ ഖുത്ബ നടന്നിരുന്നു. ഒരാൾ എഴുന്നേറ്റിങ്ങ് തന്നു. അദ്ദേഹം അവിടുത്തെ അന്നത്തെ കാലത്ത് അവിടെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായ ഇസ്മായിൽ ഹാജി, അതുപോലെ മറ്റൊരു വ്യക്തി, ഞാൻ അദ്ദേഹത്തിന്റെ പേര് മറന്നുപോയി, എഴുന്നേറ്റ് നിന്നിട്ട് ഒരാൾ പറഞ്ഞു, പുന്നോൽ പള്ളിയിലെ ഖുത്ബ പരിഭാഷ നിർത്തുക. എല്ലാവരും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. അതിന്റെ ശേഷം റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഇന്ന് വരെ പുന്നോൽ പള്ളിയിൽ അറബിയല്ലാത്ത ഭാഷയിൽ ഖുത്ബ ഓതിയിട്ടില്ല മുസ്ലിമീങ്ങളെ. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ കാര്യം അത് തുറന്ന് പറയണം. അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്താൽ അല്ലാഹു ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കാൻ ഉദ്ദേശിച്ചവർക്ക് ഫലം ചെയ്യുമെന്നത് ആയിരക്കണക്കിന് അനുഭവങ്ങൾ നമുക്ക് തന്നെ ഇല്ലേ? അതുകൊണ്ട് തന്നെ അതാ ഈ ചോദിച്ച ചോദ്യക്കാരന്റെ ചോദ്യം, ദ്രവിച്ച എല്ലുണ്ടോ ജീവിക്കുന്നു എന്ന ചോദ്യം, അള്ളാന്റെ റഹ്മത്തിൽ നാശമുറിയരുത് കേട്ടോ. എപ്പോഴും നമ്മളോട് കൽപ്പിച്ചത് ചെയ്തേക്കണം. അത് നമ്മളെ കർത്തവ്യമാണ്. അബലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം. അല്ലാഹ് ചോദിക്കുന്നു, ആകാശങ്ങളെ പടച്ച റബ്ബ്, ഭൂമികളെ പടച്ച റബ്ബ്, അവന് ഒരു മനുഷ്യനെ അതാ ജല്ലിനെ ജീവിപ്പിക്കൽ ഒരു പ്രശ്നമാണോ? ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം. അവനതാ ഉദ്ദേശിക്കുന്നതൊക്കെ വളരെ കൃത്യമായി നല്ല നിലക്ക് പടക്കുന്നവനും അറിവുള്ളവനുമാണ് കേട്ടോ. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അവന്റെ കാര്യം എന്താണെന്നറിയോ? അവന്റെ കൽപ്പന എന്താണെന്നറിയോ? അവന്റെ ഓർഡർ എന്താണെന്നറിയോ? ഇദാ അറാദ ശൈഅൻ, അല്ലാഹു ഒരു കാര്യം അങ്ങ് ഉദ്ദേശിച്ചാൽ അൻ യഖൂല ലഹു, അല്ലാഹു അങ്ങ് അതാ ഓർഡറാക്കലാണ്, അവൻ ഉത്തരവ് നൽകലാണ്. കുൻ, ഉണ്ടാകണമെന്ന് ഉത്തരവ് നൽകലാണ്. ഫയകൂൻ, അപ്പോഴങ്ങ് ഉണ്ടാകലാണ്. ഒരാൾക്ക് ഹിദായത്തിന്റെ വെളിച്ചം ഉണ്ടാകണമെന്ന് അല്ലാഹു ഉദ്ദേശിച്ചാൽ എത്ര എതിരാളിയായി വന്നവനാണെങ്കിലും ശരി, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അറിയില്ലേ? വിശ്വസിച്ച പെങ്ങളെയും ഭർത്താവിനെയും ആക്രമിക്കാനല്ലേ വന്നത്. പക്ഷേ ഹിദായത്തിന്റെ വെളിച്ചം കിട്ടി നേതാവായില്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നഫഅനല്ലാഹു ബിഹി ഫിദ്ദാറീൻ. ഓ മുസ്ലിമീങ്ങളെ, എല്ലാം റബ്ബിന്റെ അധികാരത്തിലല്ലേ. ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ വഇലൈഹി തുർജഊൻ. ഒരുത്തന്റെ പരിശുദ്ധത നമ്മൾ വാഴ്ത്തുന്നു. ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ, എല്ലാ വിഷയത്തിന്റെ സർവ്വ അധികാരവും അവന്റെ വശമാണ് കേട്ടോ. വൈലൈഹി തുർജഊൻ, അവനിലേക്ക് നിങ്ങളൊക്കെയും മടക്കപ്പെടുന്നവരാണ് കേട്ടോ. അധികാരമുള്ളവനൊന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. അവനൊരു മനുഷ്യന് ഹിദായത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ അവനതാ ഹിദായത്ത് ലഭിക്കുന്നു. അവൻ അല്ലാഹു തആല ഒരാൾക്ക് പണം കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ അവന് പണം ലഭിക്കുന്നു. ഒരു മനുഷ്യന് അല്ലാഹു ആരോഗ്യം കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ അവനത് ആരോഗ്യം ലഭിക്കുന്നു. അങ്ങനെ ഏത് വിഷയമുണ്ടോ മുഴുവനും കൊടുക്കുന്ന രാജാവ് അത് അല്ലാഹയാണ് കേട്ടോ. കൊടുക്കുന്ന രാജാവ് ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. കൊടുക്കുന്ന രാജാവ് ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. ആ രാജാവ് കൊടുക്കുന്നതൊക്കെയും ലോകത്തേക്ക് എത്തിക്കാൻ, ലോകത്ത് വിതരണം ചെയ്യാൻ ഒരു നേതാവുണ്ട്. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ടല്ലേ മുസ്ലിമീങ്ങളെ, അതേ അല്ലാഹനെ പരിചയപ്പെടുത്തിയത് റബ്ബിൽ ആലമീൻ.
സർവലോകത്തിന്റെയും അധിപൻ, സർവലോകത്തെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന രാജാവ് അല്ലാഹ്. എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ റഹ്മത്തുൽ ലിൽ ആലമീൻ, സർവലോകത്തിലും അനുഗ്രഹം ചെയ്യുന്ന വ്യക്തി. എന്തേ കാരണം? കൊടുക്കുന്ന രാജാവ് ഒന്നേ ഉള്ളൂ. ആ രാജാവ് ആലമീങ്ങൾക്ക്, മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും മനുഷ്യർക്കും മലക്കുകൾക്കും ജിന്നുകൾക്കും സർവ സൃഷ്ടികൾക്കും കൊടുക്കുന്ന രാജാവ് ഒന്ന്. ആ കൊടുക്കുന്ന രാജാവ് മുഴുവനും കൊടുക്കാൻ നിമിത്തമായി, കാരണമായി, മധ്യവർത്തിയായി നിശ്ചയിച്ചൊരു നേതാവ്. അതാണ് മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമി. ചൊല്ലിക്ക മദീനയിലേക്ക് ഒരു സ്വലാത്ത്. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അത് തന്നെയായി ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അതേ ഫലം തുംസി ബിനാ നിഅമത്തുൻ ളഹറത് ഔ ബതനത് നിൽനാ ബിഹാ ഹല്ലൻ ഫീ ദീനിൻ ഔ ദുനിയാ ഔ ദുഫിഅ ബിഹാ അന്നാ മക്റൂഹുൻ ഫീഹിമാ വഫീ വാഹിദിൻ മിൻഹുമാ ഇല്ലാ വമുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി സബബുഹാ. ഏത് നന്മ മലക്കുകൾക്കോ മനുഷ്യർക്കോ ദുനിയാവിലോ ദീനിലോ എവിടെ എന്ത് കിട്ടുന്നുണ്ടോ അത് മുഴുവനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേനയാണ്. അവിടുത്തെ നിമിത്തം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാറ്റിനും നിമിത്തമാണ്. അത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം തന്നെ പറഞ്ഞത്. ഇന്നമാന ഖാസിമുൻ വല്ലാഹു യുതി. കൊടുക്കുന്ന രാജാവാണ് അല്ലാഹ്, വിതരണം ചെയ്യുന്ന നേതാവാണ് ഞാൻ. അങ്ങനെ വിതരണം ചെയ്യണമെങ്കിൽ അതേ റബ്ബ് സുബ്ഹാനഹു വ തആലക്കല്ലേ മുഴുവൻ അധികാരവും. അങ്ങനെ ലോകത്തിന്റെ സ്റ്റോറുകളെ താക്കോല് നബി തങ്ങൾക്ക് കിട്ടണ്ടേ? കിട്ടിയിട്ടുണ്ടെന്നല്ലേ സഹീഹുൽ ബുഖാരിയിലെ ഹദീസ്. ഉതീതു മഫാത്തിഹ ഖസാഇനിൽ അർളി. ഭൂമിയുടെ സ്റ്റോറുകളെ മുഴുവൻ താക്കോലുകളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സർവ നന്മയുടെ താക്കോലും നൽകപ്പെട്ടൊരു നേതാവ്. ആ നേതാവ് മുഖേനയല്ലാതെ ലോകത്താർക്കും ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ടാ സുഹൃത്തുക്കളെ ഇമാം ബൂസിരി തങ്ങൾ പറഞ്ഞത് ഫഇന്ന മിൻ ജൂദിക ദുനിയാ വററതഹാ വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി. എല്ലാം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനയാണ്. പിന്നീട് അവിടുന്ന് വിതരണം ചെയ്യുന്നത് ലഭിച്ച മഹാന്മാരായ അമ്പിയാക്കളുണ്ട്. വകുല്ലുഹും മിർ റസൂലില്ലാഹി മുൽതമിസു ഖർഫം മിനൽ ബഹരി ഔ റസ്ഫം മിനദ്ദിയമി. അമ്പിയാക്കൾക്കുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന കിട്ടിയത് തന്നെ. ഇങ്ങനെ ലോകത്ത് ഏത് ഔലിയാക്കളുണ്ടോ അവർക്ക് കിട്ടുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന തന്നെ. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, ആർക്കെന്തുണ്ടോ അത് മുഴുവനും അള്ളാഹുവിന്റെ അധികാരത്തിൻ കീഴിൽ അവന്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സാലിഹീങ്ങൾ, മലക്കുകൾ തുടങ്ങി മഹാത്മാക്കൾക്കുള്ളതൊക്കെയും റബ്ബിന്റെ അധികാരത്തിലാണ്, അല്ലാതെ ഒന്നുമില്ല. ഓ മുഅ്മിനീങ്ങളെ, മഹാനായ ഗൗസുൽ ആദം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾക്ക് ഫുതൂഹുൽ ഗൈബ് എന്ന് പറയുന്ന മഹത്തായ ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ മഹാനവറുകൾ പറഞ്ഞു, മുൻകാല ഗ്രന്ഥങ്ങളിൽ പറഞ്ഞൊരു വിവരമുണ്ട്. എന്താണത്? ഞാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അതപ്പോൾ ഞാൻ അതാ ഉദ്ദേശിക്കുമ്പോൾ ഉണ്ടാകുമെന്നല്ല പറഞ്ഞു. എന്നിട്ട് റബ്ബ് പറയുകയാണ്, ഓ എന്റെ അടിമയായ മനുഷ്യ, നീ എനിക്ക് വഴിപ്പെട്ട് ജീവിക്കൂ.
പൂർണ്ണമായി നീ എനിക്ക് വഴിപ്പെട്ട് ജീവിച്ചാൽ അജഅലുക തഖൂലു ലിശൈഇ കുൻ ഫയകൂൽ, നിന്നെ ഞാനങ്ങാക്കി തരും. നീ ഒരു വസ്തുവിനോട് വേണമെന്ന് പറഞ്ഞാൽ അതങ്ങുണ്ടാകും. അങ്ങനത്തെ ഒരു മർത്തബ നിനക്ക് ഞാൻ തരുമെന്ന് അല്ലാഹ് മുൻകാലത്തുള്ള ഇറങ്ങിയ കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ടെന്ന് 4 കിതാബുകളും അറിയുന്ന മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അത് അവിടുത്തെ സ്വന്തം കിതാബായ ഫതുഹുൽ ഗൈബിൽ കാണാം. അത് തന്നെയാ മുഹീദ്ദീൻ മാലയിൽ പറഞ്ഞത്. എന്നോട് ഏകല്ലുടയവൻ തന്റേകൽ ആകുന്നേ ഞാൻ ചൊല്ലിൽ ആകുമ്മതെന്നോവർ. ഓ മുഅ്മിനീങ്ങളെ, അത്തരത്തിലുള്ള മർത്തബകളൊക്കെ അല്ലാഹു തആല മഹാന്മാർക്ക് കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കാനുള്ള അധികാരവും അല്ലാഹുവിനുണ്ട്. അതൊന്നും കൊടുക്കാൻ അല്ലാഹുക്ക് പറ്റൂല. പടച്ചവൻ അതിന് മാത്രം അധികാരമില്ല എന്ന് പറയുന്നവൻ അല്ലാഹുവിന്റെ കഴിവിനെ ചോദ്യം ചെയ്യുന്നവനാണ് കേട്ടോ. അല്ലാഹുവിന്റെ കഴിവിനെ ചോദ്യം ചെയ്യുന്നവനാണ്. അല്ലാഹുക്ക് ഡയറക്റ്റ് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുമെന്നല്ലാതെ അവന്റെ മഹാന്മാര് മുഖേന ഒന്നും ചെയ്യാൻ അല്ലാഹുക്ക് കഴിയൂല എന്ന് പറയുന്നവൻ അല്ലാഹുവിന്റെ കഴിവിനെ ചോദ്യം ചെയ്യുന്നവനാണ്. അവന്റെ വിശ്വാസത്തിൽ പെട്ടുപോകുന്നവർ അല്ലാഹുവിങ്കിലേക്ക് മടക്കപ്പെടുന്ന ദിവസം വളരെ വലിയ പരാജയത്തിലാണ് കേട്ടോ. അതുകൊണ്ട് ഉമ്മമാരെ, പടച്ചവനെ ഭയപ്പെട്ട് ജീവിക്കണം. ചെറുപ്പക്കാരെ, പടച്ചവനെ ഭയപ്പെട്ട് ജീവിക്കണം. സുബ്ഹാനല്ലാഹ്, മഹാന്മാർ അങ്ങനെയല്ലേ അവരെ ജീവിതം നയിച്ചത്. ബീബി ആയിഷ റളിയല്ലാഹു അൻഹാ മഹദിക്കൊന്ന് സലാം പറയണമെന്ന് മനസ്സിലാക്കി. അതേ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, അതേ മുഹമ്മദ് ഇബ്നു അബീ ബക്കർ തങ്ങളുടെ മകൻ ഖാസിം ഇബ്നു മുഹമ്മദ് തങ്ങളൊന്ന് ചെന്നപ്പോ, അതേ പോയിട്ട് എനിക്ക് എന്റെ എളാമക്കൊന്ന് സലാം പറയണമെന്ന നിലയ്ക്ക് ചെന്ന് നോക്കുമ്പോ, രാവിലെ ചെല്ലുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ദുഹാ നിസ്കാരത്തിലാണ്. ഉമ്മമാരെ, ഫർദും സുന്നത്തും ഒക്കെ നിസ്കരിക്കാൻ ശ്രമിക്കണം. ആയിഷ ബീവി നീണ്ട ദുഹാ നിസ്കാരത്തിലാണ്. ഓതുകയാണ് ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ് സമൂം. അല്ലാഹ് നമ്മളെ മേൽ അനുഗ്രഹം ചെയ്തു. അല്ലാഹ് നമ്മളെ സത്യത്തിൽ ഉറപ്പിച്ച് നിർത്തി, സത്യത്തിന്റെ വക്താക്കളാക്കി. വവഖാനാ അദാബസ് സമൂം, ഭയാനകമായ ശിക്ഷ അല്ലാഹ് നമുക്ക് കാത്തല്ലോ എന്ന് മഹാന്മാര് പറയുന്ന വാചകം, പരിശുദ്ധ ഖുർആൻ സൂറത്ത് തൂറിൽ പറഞ്ഞ വാചകം മഹദിയായ ആയിഷ ബീവി ഓതുമ്പോഴാ ചെന്നത്. ആയത്തും ഓതിയിട്ട് നിസ്കാരത്തിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അത് ഇങ്ങനെ ആവർത്തിച്ച് ഓതിയിട്ട് കരയുന്നു. നിസ്കാരം വീട്ടുന്നാണേ ഉമ്മമാരെ, മഹദി ഇങ്ങനെ കരയുന്നു. ഖാസിം ഇബ്നു മുഹമ്മദ് തങ്ങൾ പറഞ്ഞു, കുറെ ഞാൻ അവിടെ നിന്നു. ഉമ്മ ഉറക്കതാ നിസ്കാരത്തിന് പിരിയുന്നില്ല. ആയത്തിങ്ങനെ ആവർത്തിച്ച് ഓതിയിട്ട് കരയുന്നു. ഞാൻ മനസ്സിലാക്കി അങ്ങാടിയിൽ പോയി വരാമെന്ന്. അങ്ങാടിയിലേക്ക് പോയി ഞാൻ തിരിച്ചു വന്ന് എന്റെ പണിയൊക്കെ കഴിച്ച് തിരിച്ചു വന്ന് നോക്കുമ്പോ ഫറഗ്തു മിൻ ഹാജതി ثم رجعت وهي كما هي تردد الآية وتبكي وتدعو. ഞാൻ പോയേണ്ട സ്ഥലത്തൊക്കെ പോയി എന്റെ പണിയും കഴിച്ച് വന്നിട്ടും ആയിഷ ബീവി നിസ്കാരത്തിലെ ആയത്ത് ആവർത്തിച്ചോതുന്നു. ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ് സമൂം. അല്ലാഹ് നമുക്ക് വലിയ അനുഗ്രഹം തന്നല്ലോ, സത്യത്തിൽ നമ്മളെ ഉറപ്പിച്ചു നിർത്തിയല്ലോ, വലിയ ശിക്ഷ അല്ലാഹ് കാത്തല്ലോ. ആർത്തം വരുന്ന ആയത്ത് ആവർത്തിച്ചോതി മഹദി പിന്നെയും റബ്ബിന്റെ നിഅമത്ത് ഓർമ്മിച്ച് കരയുന്നു. മുഅ്മിനീങ്ങളെ, നമ്മുടെ ഈമാൻ ഏറ്റവും വലുതാണ് കേട്ടോ. അത് നശിച്ചു പോകുന്ന ഒരു പരിപാടിയിലേക്കും അതിന് കേടുവരുന്ന ഒരു വിഷയത്തിലേക്കും നമ്മൾ പോകരുത് കേട്ടോ. എന്റെ ചെറുപ്പക്കാരെ, കാരണവന്മാരെ, നമ്മളെ സ്വഭാവങ്ങളൊക്കെയും അല്ലാഹുവിന്റെ മുമ്പിൽ നമുക്കൊരു മടക്കമുണ്ടെന്ന ബോധത്തോടെ ആകണം. സ്വന്തം ഭാര്യമാരെ അടിച്ച് ആക്രമിച്ച് വേദനിപ്പിക്കുന്നവരില്ലേ, സുബ്ഹാനല്ലാഹ്, ചീത്ത പറയുന്നവരില്ലേ, ബാപ്പാനെയും ഉമ്മാനെയും പറയുന്നവരില്ലേ, ആ പാവപ്പെട്ട പെണ്ണിന്റെ മനസ്സ് വേദനിപ്പിച്ചാൽ അല്ലാഹുവിന്റെ മുമ്പിൽ നമുക്കൊരു നൃത്തമില്ലേ? ഇതുപോലെ സ്വന്തം
ഭാര്യമാർക്ക് കഴിവില്ലെങ്കിലും അവരെ ശല്യപ്പെടുത്തുന്ന ചില ഭാര്യമാരില്ലേ? നമുക്ക് റബ്ബിന്റെ മുമ്പിൽ നൃത്തമില്ലേ? ഏത് വിഷയവും നമ്മൾ ചിന്തിച്ചേ പ്രവർത്തിക്കാവൂ, ചിന്തിച്ചേ സംസാരിക്കാവൂ, ചിന്തിച്ചേ ഏത് കാര്യത്തിലും നീങ്ങാവൂ. ഉമ്മമാരെ, മക്കളെ ധാരാളം ഉപദേശിക്കണം, മക്കളെ നന്നാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. കുറ്റ്യാടി സിറാജുൽ ഹുദ എഡ്യൂക്കേഷണൽ കോംപ്ലക്സ് സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണയോടെ ഇന്ന് 10 കേന്ദ്രങ്ങളിലായി 35 സ്ഥാപനങ്ങളിലെത്തിയിരിക്കുന്നു. 8,000-ഓളം കുട്ടികളാണ് സിറാജുൽ ഹുദയുടെ വിവിധ ക്യാമ്പസുകളിലായി അറിവിന്റെ മധു നുകരുന്നത്. വിദ്യാഭ്യാസ സംരംഭങ്ങൾക്ക് പുറമെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും വിവിധ തരത്തിലുള്ള ബോധവൽക്കരണ പദ്ധതികളും സ്ഥാപനത്തിന്റെ മുഖ്യ അജണ്ടയായി നടന്നുവരുന്നു. ശാന്തിയുടെയും പാരസ്പര്യത്തിന്റെയും മഹിത മാതൃകകളെ പരിചയപ്പെടുത്തി സമാധാനത്തിനും സമൂഹ നന്മയ്ക്കും രാഷ്ട്ര സുരക്ഷിതത്വത്തിനും വേണ്ടി പുനരർപ്പണം ചെയ്യാൻ സിറാജുൽ ഹുദ തലമുറകളെ പര്യാപ്തമാക്കുന്നു. പ്രാർത്ഥനയുടെ പുണ്യവും കർമ്മധന്യതയുടെ കരുത്തും നന്മയെ സ്നേഹിക്കുന്നവരുടെ പിന്തുണയും ഒരുമിച്ച് ചേർത്താണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ നേതൃത്വത്തിൽ സിറാജുൽ ഹുദയ്ക്ക് അടിക്കല്ലിടുന്നത്. വിദ്യ കൊണ്ട് പ്രബുദ്ധമായ ധിഷണയും കളങ്കമില്ലാത്ത വിശ്വാസദാർഢ്യവുമായിരുന്നു അദ്ദേഹത്തിന്റെ ശക്തി. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് വഴികാട്ടിയും വിശ്വാസി സമൂഹത്തിന് മാർഗദർശിയുമാണ് അദ്ദേഹം. ജാതിമത ഭേദമന്യേയുള്ളവർക്ക് അറിവിന്റെ നാളം നീട്ടി മഹത്തായൊരു വീണ്ടെടുപ്പിന്റെ നായകനായി മാറി അദ്ദേഹം. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ നേതൃത്വത്തിൽ സിറാജുൽ ഹുദ മാനുഷികതയുടെയും സ്നേഹത്തിന്റെയും തെളിഞ്ഞു കത്തുന്ന മാതൃകയായി മാറി. ആത്മാർത്ഥതയോടെയുള്ള പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായിരുന്നു സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്ന് സിറാജുൽ ഹുദയ്ക്ക് ലഭിച്ച നിർലോഭമായ പിന്തുണ. നവയുഗത്തിൽ സാംസ്കാരിക സമുദ്ധാരണത്തിന് നേതൃത്വം നൽകാൻ കെൽപ്പുറ്റ ധിഷണാശാലികളെ വാർത്തെടുക്കുകയാണ് സിറാജുൽ ഹുദയുടെ പ്രഥമ സംരംഭമായ അറബിക് കോളേജിന്റെ ലക്ഷ്യം. ആഴത്തിലുള്ള ഭൗതിക വിദ്യാഭ്യാസവും ആത്മീയജ്ഞാനവും ഒരുമിച്ച് നൽകുന്ന സ്ഥാപനമാണ് ആർട്സ് ആൻഡ് ദവ്വ കോളേജ്. വിവിധ ബ്രാഞ്ചുകളിലായി പ്രവർത്തിക്കുന്ന ദവ്വ കോളേജിലെയും അറബിക് കോളേജിലെയും പഠിതാക്കൾക്കു വേണ്ട എല്ലാ ചിലവുകളും സിറാജുൽ ഹുദ കമ്മിറ്റിയാണ് വഹിക്കുന്നത്. ദാരിദ്ര്യവും മോശമായ സാഹചര്യങ്ങളും മൂലം തെരുവിൽ അലയേണ്ടി വരുമായിരുന്ന ഉത്തരേന്ത്യൻ വിദ്യാർത്ഥികൾക്കുള്ള പഠനാവസരം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ അനിവാര്യതയും ആംഗ്ലിക്കൻ സാംസ്കാരിക കടന്നുകയറ്റത്തിന്റെ അപകടവും ഒരുമിച്ച് മനസ്സിലാക്കി മുന്നോട്ടുവെച്ച കാൽവെപ്പുകൾ സിറാജുൽ ഹുദയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. പൂർവിക സംസ്കാരം അവഗണിച്ചുകൊണ്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ പൊങ്ങിവരികയും പലരും ഈ രംഗം ബിസിനസ്സായി കാണുകയും ചെയ്തപ്പോൾ ഈ ആവേശം ഗുണപരമായ മാർഗത്തിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ സ്ഥാപിക്കുന്നതിലൂടെ സിറാജുൽ ഹുദ ലക്ഷ്യമാക്കിയത്. സ്ഥാപനത്തിന് കീഴിൽ 8 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ വളരെ വിപുലമായ രീതിയിൽ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നു. ആത്മീയ വിദ്യാഭ്യാസത്തിന് ഉയർന്ന പരിഗണന നൽകിക്കൊണ്ട് ഈ മേഖലയിൽ വലിയ വിപ്ലവമാണ് ഇതിലൂടെ സൃഷ്ടിച്ചത്. 8 സ്കൂളുകളിലും പാവപ്പെട്ട അനാഥർക്ക് വാഹനം, യൂണിഫോം തുടങ്ങി മുഴുവൻ ചിലവും സൗജന്യമായാണ് നൽകുന്നത്. വിശുദ്ധ ഖുർആൻ പഠനവും സ്കൂൾ പഠനവും ഒരുമിച്ച് നൽകുന്നതാണ് സിറാജുൽ ഹുദ ഹിഫ്ലുൽ ഖുർആൻ കോളേജ്. സ്ത്രീകൾക്കായി പ്രത്യേകം വിദ്യാകേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനും സിറാജുൽ ഹുദ മുന്നിട്ടിറങ്ങി. പാറക്കടവിലെ ദാറുൽ ഹിദായ അനാഥ അഗതി മന്ദിരം സിറാജുൽ ഹുദയിലെ കാരുണ്യ വഴിയിലെ പ്രത്യേക സംരംഭമാണ്. കാലിക്കറ്റ് സർവകലാശാലയുടെ അംഗീകാരമുള്ള സിറാജുൽ ഹുദ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഉന്നത നിലവാരമാണ് പുലർത്തുന്നത്. കമ്പ്യൂട്ടർ സെന്റർ, ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്റർ തുടങ്ങി വിവിധ സംരംഭങ്ങൾ സിറാജുൽ ഹുദയുടെ സേവന മേഖലയിലെ നാഴികക്കല്ലുകളാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമുള്ള വിശ്വാസി സമൂഹം
സിറാജുൽ ഹുദയെ കാണുന്നത് അവരുടെ നീറുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാര കേന്ദ്രമായിട്ടുകൂടിയാണ്. സ്ഥാപനത്തിലേക്കുള്ള നേർച്ചകൾക്കും ധർമ്മങ്ങൾക്കും അത്ഭുത ഫലങ്ങൾ ലഭിച്ചവരുടെ മുഖത്തെ പുഞ്ചിരി ഇവിടുത്തെ ധന്യതയാണ്. അതുകൊണ്ടുതന്നെ ആയിരങ്ങൾക്ക് അവരുടെ ഉദ്ദേശ്യ സഫലീകരണത്തിന്റെ സന്ദർശന കേന്ദ്രം കൂടിയാണ് സിറാജുൽ ഹുദ. നേർച്ചകളും സംഭാവനകളുമായി എത്തുന്ന ജാതിമത ഭേദമന്യേയുള്ള ആളുകളുടെ ആശ്വാസസ്ഥാനമാണ് ഇന്നിവിടം. അതിരുകളില്ലാത്ത വിജ്ഞാന കുതിപ്പിന്റെ കാഹളം മുഴക്കിയെത്തിയ സിറാജുൽ ഹുദയോട് സഹകരിക്കുന്നതിനും അത്ഭുത മുന്നേറ്റങ്ങൾക്ക് കരുത്തു പകരുന്നതിനും തയ്യാറുള്ള നല്ല മനസ്സുകളുടെ പിന്തുണ തേടുകയാണ്. മാറുന്ന കാലത്തിന്റെ രീതികൾക്കനുസരിച്ച് നവീന ബോധന മാർഗങ്ങൾ ആവിഷ്കരിക്കുകയും പ്രവേശനം തേടുന്ന കൂടുതൽ വിദ്യാർത്ഥികൾക്കു വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുകയും വേണം. ഇവയ്ക്കു പുറമെയാണ് നിലവിലുള്ള സ്ഥാപനങ്ങളുടെ നടത്തിപ്പിനാവശ്യമായ ചെലവുകൾക്ക് വരുന്ന സാമ്പത്തിക ബാധ്യത. ഒരു മാസം 20 ലക്ഷം രൂപയാണ് സിറാജുൽ ഹുദയുടെ നടത്തിപ്പിനായി വേണ്ടിവരുന്നത്. അല്ലാഹുവിന്റെ കാരുണ്യവും അറിവിനെ സ്നേഹിക്കുന്ന ഹൃദയമുള്ളവരുടെ പിന്തുണയും നിസ്വാർത്ഥമായ പ്രാർത്ഥനയും മാത്രമാണ് സിറാജുൽ ഹുദയുടെ പ്രതീക്ഷ. 8,000-ഓളം വിദ്യാർത്ഥികൾ വിവിധ സ്ഥാപനങ്ങളിൽ പഠിക്കുകയും 600-ഓളം സ്റ്റാഫുകൾ അതിൽ ആത്മാർത്ഥമായി സേവനം ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ എല്ലാം പിന്നിൽ ആത്മാർത്ഥമായ പ്രവർത്തകന്മാരുടെ പ്രവർത്തനവും വിദേശ രാജ്യങ്ങളിലും നാട്ടിലുമുള്ള നല്ലവരായ ജനങ്ങളുടെ സഹായ സഹകരണങ്ങളുമാണ്. അല്ലാഹു ധാരാളം പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുക്കാൻ അവസരങ്ങൾ 20 വർഷത്തിനിടയിൽ തന്നിട്ടുണ്ട്. ഇനിയും ഒരുപാട് പദ്ധതികൾ സിറാജുൽ ഹുദയുടെ മുന്നിൽ ഉണ്ട്. അതിന് എല്ലാവരുടെയും സഹായങ്ങളും സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു. ഈ സ്ഥാപനത്തിലേക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നേർച്ചകളും സംഭാവനകളും എത്തിച്ചു തരുന്ന 10,000-കണക്കിന് ആളുകൾ ഉണ്ട്. അവർക്കൊക്കെ അല്ലാഹു എല്ലാ വിഷയത്തിലും അവരുദ്ദേശിച്ച ഫലം അല്ലാഹു നൽകുകയും രോഗങ്ങൾ അല്ലാഹു സുഖപ്പെടുത്തുകയും അതുപോലെ അവരുടെ ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കുകയും പ്രയാസങ്ങൾ അല്ലാഹു അകറ്റിക്കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. സിറാജുൽ ഹുദയോട് സഹകരിക്കുന്നതിനും വിശദ വിവരങ്ങൾക്കും ബന്ധപ്പെടുക. സിറാജുൽ ഹുദ എഡ്യൂക്കേഷണൽ കോംപ്ലക്സ്, PO കുറ്റ്യാടി 673508, കാലിക്കറ്റ്, കേരള, ഇന്ത്യ. ഇമെയിൽ sheckutyadi@yahoo.com. വെബ്സൈറ്റ് www.sirajulhuda.com. ഫോൺ ആൻഡ് ഫാക്സ് 0496 259 6496 2596 497. വിദേശത്തു നിന്നുള്ള ഡ്രാഫ്റ്റുകൾ സിറാജുൽ ഹുദ കറന്റ് അക്കൗണ്ട് നമ്പർ 11442010000934, കാനറ ബാങ്ക്, ചാലപ്പുറം, കോഴിക്കോട്. ഇന്ത്യയിൽ നിന്നുള്ള ചെക്കുകളും ഡ്രാഫ്റ്റുകളും സിറാജുൽ ഹുദ കറന്റ് അക്കൗണ്ട് നമ്പർ 5704459146 SBT കുറ്റ്യാടി എന്ന വിലാസത്തിലുമെടുത്ത് മാനേജർ, സിറാജുൽ ഹുദ എഡ്യൂക്കേഷണൽ കോംപ്ലക്സ്, PO കുറ്റ്യാടി 673508, കാലിക്കറ്റ്, കേരള, ഇന്ത്യ എന്ന വിലാസത്തിൽ അയക്കുക. ബാങ്കിലേക്ക് നേരിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒഴിവാക്കുക.